നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിൽ മലയാളി താരവും ഓപ്പണിംഗ് ബാറ്ററുമായ സഞ്ജു സാംസന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് സ്റ്റാർ പേസറായ ജോഫ്രെ ആർച്ചർ. ആദ്യത്തെ 2 T20കളിലും സഞ്ജുവിനെ മടക്കിയത് ആർച്ചറാണ്. 2 മത്സരത്തിലും വലിയ ഷോട്ടിന് തുനിഞ്ഞ് ക്യാച്ച് നൽകിയാണ് താരം മടങ്ങിയത്. ആദ്യ T20യിൽ 26 റൺസ് എടുത്ത സഞ്ജുവിന് രണ്ടാമത്തെ മത്സരത്തിൽ നേടാനായത് വെറും 5 റൺസ് മാത്രം. പരമ്പരയിലെ 3ാമത്തെ പോരാട്ടം രാജ്കോട്ടിൽ നടക്കാനിരിക്കെ ആർച്ചറെ മെരുക്കാനുള്ള വഴി സഞ്ജു കണ്ടെത്തിയേ തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ വലിയൊരു സ്കോറുമായി ശക്തമായി തിരിച്ചു വരാൻ സഞ്ജുവിന് സാധിക്കുകയുള്ളൂ. പക്ഷേ ആർച്ചറുടെ ഭീഷണി എങ്ങനെ മറികടക്കാം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് പ്രധാനമായും 2 വഴികളാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. ജോഫ്രെ ആർച്ചറുടെ ഈ പരമ്പരയിലെ പ്രകടനത്തിലേക്ക് വന്നാൽ സഞ്ജു സാംസണെതിരെ കൂടുതലും ഷോർട്ട് ബോളുകളാണ് പരീക്ഷിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സാധാരണയായി ഷോർട്ട് ബോളുകൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല. ഇത്തരം പന്തുകളെ അനായാസം സിക്സറിലേക്ക് പായിക്കാൻ മിടുക്കൻ കൂടിയാണ് സഞ്ജു. പക്ഷേ സഞ്ജുവിൻ്റെ ശരീരം ലക്ഷ്യമിട്ടുള്ള ഷോർട്ട് ബോളുകളാണ് ആർച്ചർ കൂടുതലായും പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബോളുകൾ കളിക്കാൻ സഞ്ജു ശരിക്കും ബുദ്ധിമുട്ടുന്നതും കാണാൻ സാധിക്കും. ഇവയെ എങ്ങനെ ഒഴിവാക്കണം എന്നാണ് പലപ്പോഴും അദ്ദേഹം ആലോചിക്കുന്നത്. മാത്രമല്ല, ഇടയ്ക്ക് ഓഫ് സ്റ്റമ്പിന് പുറത്ത് വേഗത കുറഞ്ഞ ഷോർട്ട് ബോളുകളും ഇറങ്ങിയ സഞ്ജുവിനെ ആർച്ചർ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. T20 പരമ്പരയിലെ ഇനിയുള്ള 3 മത്സരങ്ങളിൽ ജോഫ്രെ ആർച്ചർക്കെതിരെ രക്ഷപ്പെടാനുള്ള വഴി സഞ്ജു തന്നെ കണ്ടെത്തിയേ പറ്റൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിട്ടുള്ളത്. വേഗതയേറിയ ബോളുകളല്ല സഞ്ജുവിൻ്റെ പ്രശ്നം. നിലവിൽ ഇന്ത്യൻ താരങ്ങളിൽ ഫാസ്റ്റ് ബോളർമാരെ ഏറ്റവും നന്നായി നേരിടാൻ ശേഷിയുള്ള ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് സഞ്ജു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആർച്ചർക്കെതിരെ ബാറ്റിങ്ങിൽ സഞ്ജുവിൻ്റെ സമീപനമാണ് കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്. ബാറ്റിങ്ങിൽ വേഗത കൂട്ടി ആർച്ചർക്കെതിരെ ഷോട്ടുകൾ കളിക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കാനിടയില്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹത്തിന് പാളിയതും ഇവിടെയാണ്. ഈ രീതി മാറ്റി പകരം ആർച്ചറുടെ ബോളിൻ്റെ വേഗത മുതലാക്കി ഷോട്ടുകൾ കളിക്കുക എന്നതാണ് സഞ്ജുവിന് മുന്നിലുള്ള ഒരു വഴി. ഇതിലൂടെ പരമാവധി റൺസ് ആർച്ചർക്കെതിരെ കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിയുന്നതാണ്. രണ്ടാമത്തെ വഴി എന്നത് ആർച്ചറുടെ ബോളുകൾ പരമാവധി ഒഴിവാക്കി മറ്റ് ബോളർമാരെ സഞ്ജു ലക്ഷ്യമിടുക എന്നതാണ്. സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാനത്തെ T20 പരമ്പരയിൽ നിന്നും അദ്ദേഹത്തിന് പാഠം ഉൾക്കൊള്ളാവുന്നതാണ്. അന്ന് സഞ്ജുവിനെ തുടർച്ചയായ 2 മത്സരങ്ങളിൽ പുറത്താക്കിയത് യുവ പേസർ മാർക്കോ യാൻസൺ ആയിരുന്നു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മികച്ച സെഞ്ചുറിയുമായി തുടങ്ങിയ സഞ്ജുവിനെ അടുത്ത 2 മത്സരങ്ങളിലും യാൻസൺ 0-ന് ബൗൾഡാക്കുകയായിരുന്നു. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട അദ്ദേഹം അവസാന മത്സരത്തിൽ യാൻസണെതിരെ കാര്യമായ ഷോട്ടുകൾക്ക് തുനിയാതെ സൗത്ത് ആഫ്രിക്കയുടെ മറ്റ് ബോളർമാർക്കെതിരെ ആക്രമിച്ച് കളിക്കുകയായിരുന്നു. ഈ പ്ലാൻ ക്ലിക്കാവുകയും അവസാന T20യിൽ സഞ്ജു തകർപ്പൻ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. ഇനി ആർച്ചർക്കെതിരെയും ഇതേ തന്ത്രം തുടർന്നുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പരീക്ഷിക്കാവുന്നതാണ്.